توكلوا عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ആദർശമാണ്. കേവല വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങൾ പരിമിതമായിട്ടുള്ളതല്ല നമ്മുടെ മതം എന്ന് പറയുന്നത്. പലപ്പോഴും കടന്നുകയറ്റങ്ങളെ മനുഷ്യർ അപലപിക്കാറുണ്ട്, ഗൗരവത്തോടു കൂടി കാണാറുണ്ട്. നമ്മുടെ സ്വത്തുവകകൾ മറ്റൊരാൾ അപഹരിക്കുന്നതും അവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് വലിയ ഭയമുള്ളതും ജാഗ്രതയുള്ള കാര്യവുമാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഈ അധിനിവേശം, കടന്നുകയറ്റം, വിശ്വാസ കാര്യങ്ങളിലും ആദർശത്തിലും സംസ്കാരത്തിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം പലപ്പോഴും നമ്മൾ ഗൗരവമായി കാണുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് വസ്ത്രധാരണ രംഗത്ത് മുസ്ലിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിക വസ്ത്രദാനത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന സമൂഹം, സമുദായം, മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വസ്ത്രദാന രീതിയൊക്കെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ആധുനികതയെയും പാശ്ചാത്യ രീതികളെയും ഒക്കെ അനുധാവനം ചെയ്യുന്ന ഒരു മുസ്ലിം സമൂഹത്തിലെ തന്നെ ഗണ്യമായ വിഭാഗത്തെയാണ് നമ്മൾ കാണുന്നത്. വസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെയും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന അന്തസ്സിനെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. വർഗത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ആണാണോ പെണ്ണാണോ എന്ന് വസ്ത്രം കൊണ്ട്. വ്യക്തി ഏതു തരത്തിലുള്ള ആളാണ് എന്നും അയാൾ കാത്തു സൂക്ഷിക്കുന്ന മാന്യത എന്താണ് എന്നും വസ്ത്രം പ്രതിഫലിപ്പിച്ചിരുന്നൊരു കാലം നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആണും പെണ്ണുമൊക്കെ ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ ഒരു പുരോഗതിയായിക്കൊണ്ട് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നവോത്ഥാനം, അതാണ് മനുഷ്യൻ്റെ മേന്മ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അഅറാഫിലെ 26-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, യാ ബനി ആദം, അല്ലയോ ആദമിൻ്റെ സമൂഹമേ, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു, യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നതയെ മറക്കുന്നതിന് വേണ്ടി, വരീഷൻ അതേപോലെ തന്നെ അലങ്കാരവുമായിട്ടും.
കേവലം നാണം മറക്കൽ മാത്രമല്ല, അലങ്കാരത്തിനുതകുന്ന രീതിയിലുമുള്ള വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. വലിബാസു തഖ്വ, എന്നാൽ സൂക്ഷ്മതയാകുന്ന വസ്ത്രം ദാലിക ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇപ്പോൾ വേഷത്തിലൂടെ നാം ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം മാറിപ്പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹിലിയത്തിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണമെന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ വസ്ത്രം അഴിച്ചു വച്ചിരുന്നു. ആരാധനാവേളയിൽ വിശേഷമായി കഅബ തവാഫ് ചെയ്യുമ്പോൾ ആണും പെണ്ണുമൊക്കെയും വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ടാണ് കഅബയെ തവാഫ് ചെയ്തിരുന്നത്. അത് ഭക്തിയായി അവർ ധരിക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹു വചനമിറക്കി 7-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇമാം ഖുർത്തുബി പറയാണ്, യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, അല്ലയോ ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, ഖുദൂ സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അഴകിനെ സ്വീകരിച്ചു കൊള്ളുക, അലങ്കാരങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ ആരാധനാവേളകളിലും എല്ലാ സുജൂദിൻ്റെ സന്ദർഭങ്ങളിലും നിങ്ങൾ അലങ്കാരത്തോടു കൂടിയായിരിക്കുക, മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ ഭക്തി ഒരിക്കലും വസ്ത്രം ഉപേക്ഷിക്കലല്ല, വസ്ത്രം ധരിക്കലാണ് ഭക്തി എന്ന് ഇസ്ലാം അവിടെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന് മുമ്പ് തെറ്റിദ്ധരിച്ചു പോയ സമൂഹത്തെ ഇസ്ലാം അതിലൂടെ പരിവർത്തന വിധേയമാക്കി എന്നതാണ്. പലപ്പോഴും പഴയ കാലങ്ങളിലൊക്കെ നല്ല വസ്ത്രം ധരിക്കലൊക്കെ ഭക്തിയുടെ കാര്യത്തിലൊരു പോരായ്മയായി ആളുകൾ ധരിച്ചിരുന്നു. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ ഇഷ്ടമാകുമോ അള്ളാഹുവിന്, നല്ല രീതിയിൽ നടന്നാൽ പടച്ചവനത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പൂർവികരായ ആളുകൾ സംശയിച്ചിരുന്നു. അത്തരം സംശയങ്ങൾ പ്രവാചകന്റെ കാലത്തും സ്വഹാബിമാർക്കിടയിലും ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാവുന്നതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകനിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിനൽ കിബർ, ഒരാളുടെ മനസ്സിൽ അണുത്തൂക്കം അഹങ്കാരമുണ്ട് എങ്കിൽ ആ വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ സൂക്ഷിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്താണ് ഈ കിബർ എന്നുള്ളത്. ആ കിബറിൻ്റെ ഒരംശമുണ്ട് എങ്കിൽ ആ അംശവുമായിട്ട് ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കുക സാധ്യമല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. വഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസന, ഒരാൾ ആഗ്രഹിക്കുകയാണ് അയാളുടെ വസ്ത്രം വളരെ നന്നായിരിക്കണമെന്ന്, നല്ല സൂട്ടും കോട്ടുമൊക്കെ ധരിക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ, വനഅലഹു ഹസന, അതേപോലെ തന്നെ നല്ല വില കൂടിയ ചെരുപ്പ് ധരിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ് എങ്കിലോ അതും അഹങ്കാരത്തിലാകുമെന്നാണ് ആ സാധുവായ മനുഷ്യൻ തെറ്റിദ്ധരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു വളരെ ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഭംഗിയായി നടക്കുന്നതിനും അണിഞ്ഞൊരുങ്ങുന്നതിനും ആണിനും പെണ്ണിനും മതത്തിൽ പ്രത്യേകിച്ച് വിലക്കില്ല എന്ന് തന്നെയാണ് ഈ ഹദീസ് വചനത്തിലൂടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അൽ കിബുറു, കിബുർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, ബത്തുറുൽ ഹഖി, അത് സത്യത്തെ മൂടി വയ്ക്കലാണ്. ഒരാൾക്കൊരു സത്യം ബോധ്യമായി എന്നിട്ടും അത് ചെയ്യാൻ, അത് അനുഷ്ഠിക്കാൻ, അത് കർമ്മപദത്തിൽ കൊണ്ടുവരാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല. ആ താല്പര്യപ്പെടാത്ത സംഗതിയാണ് ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. വംതുന്നാസ്, ജനങ്ങളെ നിന്ദ്യരായി കാണലുമാണ്. നമ്മളോടൊപ്പം തറവാടിൽ ചേർന്നവരല്ല, നമ്മുടെ അത്രയും സാമ്പത്തികമില്ല, അല്ലെങ്കിൽ പ്രത്യേകമായ അധികാരമോ ഉന്നത ജോലിയോ ഇല്ല എന്നതൊക്കെ കൊണ്ട് ഒരാളോട് നമ്മൾ കാണിക്കുന്ന ഈർഷ്യതയും അവഗണനയുമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അഹങ്കാരത്തിൽ വരില്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരെ മാന്യമായി വസ്ത്രം ധരിക്കാനും ഭംഗിയായി നടക്കാനും പ്രേരിപ്പിക്കുകയായിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരല്പം വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ പ്രവാചകൻ ആ വെള്ളത്തിൽ നോക്കി തൻ്റെ മുടി ചീകി ഒതുക്കുകയാണ്.
റസൂലിൻ്റെ ഒരു സൗന്ദര്യബോധം ഉണ്ടായിരുന്നു എന്നതാണ്. ആ സൗന്ദര്യബോധം ഒരിക്കലും നഗ്നത പ്രദർശിപ്പിക്കലിലല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുത്തരം മനോവൈകല്യമാണ് സ്വന്തം നഗ്നത മറ്റുള്ളവർ കാണുന്നതിലൂടെ സ്വയം ആസ്വാദ്യത അനുഭവിക്കുക എന്നത്. നമ്മുടെ നഗ്നത മറ്റൊരാൾ കാണുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആസ്വാദ്യത മനോവൈകല്യമാണ്. ഇസ്ലാം വെറുക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്ന കാര്യമാണ്, പൈശാചികമാണ് ആ ജോലി. നോക്കൂ നിങ്ങൾ, ആദമിനെയും ഹവ്വയെയും പിശാച് വഴിപിഴപ്പിച്ചപ്പോൾ എന്താണ് പിശാച് എടുത്തു കാണിക്കുന്നത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിഹുമാ സൗആത്തിഹിമാ. ആ രണ്ടുപേരിൽ നിന്നും അവരുടെ നഗ്നത കാണാൻ വേണ്ടി വസ്ത്രം അവരിൽ നിന്ന് നീക്കം ചെയ്തു എന്നാ പറയുന്നത്. അവർക്ക് അവരുടെ നഗ്നതയെ പിശാച് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ നഗ്നത പൈശാചികമായ പ്രേരണയിലൂടെയാണ് ഒരാൾക്ക് മറ്റൊരാളെ കാണിച്ചു കൊടുക്കാൻ കഴിയുക. സഹോദരങ്ങളെ, വാച്ചിലെ ചെറിയ സൂചി മാറുന്നത് നമ്മൾ കാണുന്നില്ല, മണിക്കൂർ സൂചി മാറ്റം വരുന്നത് നമ്മൾ കാണുന്നില്ല. അത് നമ്മൾ അനുഭവിച്ചറിയലാണ്. എന്നാൽ സെക്കൻഡ് അങ്ങനെയല്ല, നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. എന്നതുപോലെയാണ് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇതെന്തിനാണ് ഒരു വിഷയമായി നമ്മൾ പറയുന്നത്? അത്രമേൽ ഗൗരവം ആ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഗൗരവം. ഇതെങ്ങനെ ഒരു സുപ്രഭാതം കൊണ്ട് മാറിയതാണോ, ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണോ, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറിയതാണോ, ഒരു മാസം കൊണ്ടുണ്ടായ മാറ്റമാണോ? അല്ല. നമ്മളൊക്കെ പലതിൻ്റെയും നേരെ കണ്ണടക്കുകയായിരുന്നു. ആ കണ്ണടക്കൽ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു വലിയ ഒരു മാറ്റമാണ്, ഒരു ഭാഗമാണ് വസ്ത്രദാന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. പള്ളിയിലേക്ക് വരാൻ ഒരു വസ്ത്രം, അതേ ആളുകൾ തന്നെ കലാലയങ്ങളിലേക്ക് പോകാൻ വേറെയും ഒരു വസ്ത്രം, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇനിയും മറ്റൊരു വസ്ത്രം, തങ്ങളുടെ കൂട്ടുകാരുമൊത്തൊക്കെ ഏതെങ്കിലും വിനോദങ്ങളിലേക്ക് ഏർപ്പെടാൻ വേറെയും വസ്ത്രം. എന്നാലോചിച്ച് നോക്കൂ, ആ കൺസെപ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയല്ല ഈ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമ്മൾ നമ്മുടേതായ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ നഗ്നതയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് പോലും ഒരു അയോഗ്യതയായി, ജാള്യതയായി നമ്മൾ കാണുന്നില്ല. പുതിയ കാലഘട്ടത്തിലെ പാട്ടുകൾ അത് ഇവിടുന്ന് പാടാൻ തന്നെ പറ്റുന്നതല്ല. ആ പാട്ടുകളുടെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ആ വരികളിൽ പോലും നഗ്നതയുടെ എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ട്, മ്ലേച്ഛതയുടെ എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന വിധം അത്തരം പാട്ടുകൾ നമ്മൾ കേൾക്കുകയാണ്. തൊട്ടുരമ്മി നിന്നാട്ടെ എന്ന് പറയുന്നത് കാമുകി കാമുകനെ വിളിക്കുകയാണ്. അതേ പാട്ട് നമ്മുടെ വീട്ടിലിരിച്ച് നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ഉമ്മയും വാപ്പയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയുള്ള ആഭാസകരമായിട്ടുള്ള പല സംഗതികളും നമ്മൾ അറിയാതെ നമ്മളെ ഭരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലോക്കിലെ മണിക്കൂർ സൂചി പോലെ ചില മാറ്റങ്ങൾ നമ്മിൽ വളരെ വ്യക്തമാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതിൽ പെട്ടതാണ് സ്ത്രീ സഹോദരിമാർ ധരിക്കുന്ന ലെഗിൻസുകൾ എന്ന് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാതെ, ഇത് ഏത് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് പോലും അറിയാതെ ലെഗിൻസ് ധരിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ വരുമ്പോഴോ ശരീരത്തിൻ്റെ എല്ലാ നിമ്നോന്നതികളെയും കൃത്യമായി എടുത്തു കാണിക്കുന്ന അത്തരം വസ്ത്രധാരണ രീതി എത്രമേൽ അപലപനീയമാണ്, എത്രമേൽ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നതാണ്. പക്ഷെ അതൊരു പ്രശ്നമായി നമ്മൾ കാണുന്നില്ല. നമ്മൾ അതിനോട് ശീലിച്ചിരിക്കുന്നു. ഈ കുളിപ്പുരയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും അതൊക്കെ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാകുമ്പോൾ അതൊരു തെറ്റാണ് എന്ന് പോലുമുള്ള വിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, 2 വിഭാഗം ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രവാചകൻ പറയാം, പ്രവാചകന്റെ കാലത്ത് ആ ആളുകളില്ല, എന്നാൽ ഇനി ആ ആളുകൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സൂക്ഷിക്കണം. അത്തരമൊരു ആളുകളായി നിങ്ങൾ മാറുന്നതിനെയും നിങ്ങളിലേക്ക് വരുന്ന അത്തരമൊരു സ്വഭാവമുള്ള ആളുകളെയും നിങ്ങൾ കരുതിയിരിക്കണം. അതിലൊരു വിഭാഗത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, ഉടുത്ത നഗ്നകളായ സ്ത്രീകളാണവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ നഗ്നകളാണ്.
മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നടക്കുന്നവരാണവർ. റുഊസഹുന്ന, അവിടെ ശിരസ്സുകൾ അസ്നമത്തിൽ ബുഹത്ത്, അത് ഒട്ടകങ്ങളുടെ പൂഞ്ഞകൾ പോലെയാണ്. അള്ളാഹുവിൻ്റെ റസൂല് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി വിവരിക്കുകയാണ്. ഒരു രേഖാചിത്രം പോലെ മായിലത്തിന് അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് നടക്കും. ലാ യദ്ഖുൽനൽ ജന്നത്ത, അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹ, ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും അത്തരം ആളുകൾക്ക് ആസ്വദിക്കുക സാധ്യമല്ല. പ്രവാചകൻ വളരെ ഗൗരവത്തോടു കൂടി പറയാൻ. എന്നിട്ട് ആ സ്വർഗത്തിൻ്റെ പരിമളം ഏൽക്കുന്ന അത്രയും ദൈർഘ്യമുള്ള സ്ഥലത്ത് പ്രവാചകൻ തുടർന്ന് ആ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന മൈലുകളോളം, ഇത്ര ദിക്കിലോളം സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുമ്പോൾ പോലും ഇത്തരം സഹോദരിമാർക്ക് അത് ലഭിക്കാതെ പോകുന്നു എന്നുള്ളത്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന, നമ്മൾ കണ്ണടക്കുന്ന, നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റായി കൊണ്ടു നടക്കുന്ന ഒരു രീതിയെ സംബന്ധിച്ച് എത്ര അപലപനീയമായ രീതിയിലാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് ദീർഘദർശനം ചെയ്യുന്നത്, ജാഗ്രതയോടുകൂടി വർത്തിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വില കൊടുത്ത് നമ്മൾ വസ്ത്രം വാങ്ങും. എത്രയാണ് അതിൻ്റെയൊക്കെ വില എന്നറിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. പക്ഷെ ആ വസ്ത്രം വാങ്ങുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വാരിക്ക് ചുറ്റുമ്പോഴും ചില ഭാഗങ്ങളൊക്കെ പുറത്ത് തന്നെ നിൽക്കണമെന്നത് വാങ്ങിച്ചുറ്റുന്ന ആൾ തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ ശരീരത്തെ കൃത്യമായി പ്രകാശനം ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കൃത്യമായി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒട്ടകത്തിൻ്റെ പൂഞ്ഞകൾ പോലെ അവരുടെ ശിരസ്സുകൾ മാറുമെന്നുള്ളതാണ്. മുടികളൊക്കെ പ്രത്യേകമായി ബോബ് ചെയ്ത് അങ്ങനെ പ്രത്യേകമായി അലങ്കരിക്കുകയാണ്. മുടി ചുരുണ്ടുപോയ ഒരാളുടെ മുടി സ്ട്രൈറ്റ് ആക്കാൻ ആയിരങ്ങളാണ് ചെലവഴിക്കുന്നത്. ഇതൊന്നും ഭാവനയിലെടുത്ത് ഞാൻ പറയല്ല, അനുഭവങ്ങളിൽ നിന്ന് കൂട്ടിക്കൊള്ളും. ഒരു പെൺകുട്ടി അങ്ങനെ സ്വന്തം മുടി സ്ട്രൈക്ക് ചെയ്യാൻ 10,000-ഓളം രൂപ ചെലവാക്കിയിട്ട് അവൾ പറയാണ്, ഇനി ഇതൊക്കെ മക്കനയുടെ അടിയിലാക്കിയാൽ പിന്നെ അത്രയും കാശ് ചെലവാക്കിയാൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് അത് ആളുകൾ കാണട്ടെ എന്ന രീതിയിൽ അതിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. ഇവിടെ തന്തയും തള്ളയൊക്കെയോ അവരൊക്കെ അത്തരം ദുർവൃത്തിക്ക് കൂട്ടുനിൽക്കുകയാണ്. പണം നൽകാൻ പിതാവിന് ഒരു പ്രയാസവുമില്ല, കാരണം അരുമ മകളാണ്. നമ്മുടെ കാലത്തൊന്നും അത് ഉണ്ടായിട്ടില്ല. പുതിയ കാലത്തുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഞാനായിട്ടിനി ഒരു എതിര് നിൽക്കേണ്ടതില്ല എന്നതാണ് പാവം പിതാവെന്ന് പറയുന്ന റഫറിയുടെ റോള്. എന്നാലോചിച്ച് നോക്കൂ, ഇതിനൊക്കെയും നമ്മൾ കൃത്യമായി സമാധാനം പറയേണ്ടി വരും. നടക്കുക എന്നുള്ളത് ജനറ്റിക്കായി ഓരോരുത്തരും ശീലിക്കുന്ന ഒരു ഭാഗമാണ്. നടക്കാൻ പഠിക്കുന്നത്, അത് പഠിക്കാൻ ഞാനും നിങ്ങളൊന്നൊരു സ്കൂളിലും പോയില്ല, ഒരു നഴ്സറിയിലും പോയില്ല. പുതിയ കാലഘട്ടത്തിൽ നടത്തം പഠിപ്പിക്കുകയാണ്. ക്യാറ്റ് വാക്കുകൾ പഠിപ്പിക്കുന്നു. സൗന്ദര്യ പ്രകടനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പെൺകുട്ടികൾ, സഹോദരിമാർ അതൊക്കെ അഭ്യസിച്ചു വരുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുക എന്നത്, അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അസ്നമത്തിൽ ബുഹത്ത്, ഒട്ടകങ്ങളുടെ പൂഞ്ഞകൾ പോലെ ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവർക്ക് തന്നിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രത്യേകമായ നടത്തം പോലും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ, യാ അസ്മാ, അലയോ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഅത്തിൽ മഹീൽ, ഒരു സ്ത്രീ, ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ ലം യസ്ലിഹ യറാ മിൻഹാ ഇല്ലാ ഹാദാ വ അശാറ ഇലാ വജ്ഹിഹി വ കഫൈ. പ്രവാചകൻ പറഞ്ഞു, അവരുടെ മുൻകൈയിലേക്കും മുഖത്തിലേക്കും ചൂണ്ടിക്കൊണ്ട് ഈ രണ്ട് ഭാഗമല്ലാതെ മറ്റൊന്നും അവളിൽ നിന്ന് വെളിപ്പെടാൻ പാടില്ല എന്ന്. അത് നഗ്നതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയോട്, പ്രായപൂർത്തിയാകുമ്പോൾ മുസ്ലിം സമുദായം ചെയ്യുന്നൊരു പണി മദ്രസ പഠനം അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്കൂളിൽ കോളേജിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതിന് ഈ പിതാവിനോ മാതാവിനോ ഒരു ശ്രദ്ധയുമില്ല. എന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ദുരന്തമാണ് ചെയ്യുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം പഠിക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. വിവാഹ ജീവിതത്തിൽ പഠിക്കേണ്ട എത്രയോ മര്യാദകളുണ്ട്. കുടുംബജീവിതം കൊണ്ടു നടക്കേണ്ടുന്ന രീതിയിലുള്ള എത്രയോ ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങളൊക്കെ ഈ കുട്ടി പഠിക്കണം. പെൺമക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായി പ്രവാചകൻ പറഞ്ഞു, സൂറത്തുൻ നൂർ അവരെ കൃത്യമായി നിങ്ങൾ പഠിപ്പിക്കണം. എത്ര പേർക്കുണ്ടെങ്ങനെ വിവാഹപ്രായമെത്തിയ മക്കൾ
സൂറത്ത് നൂറ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ അവിടെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഖുർആൻ ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണ്? സാന്ദർഭികമായി സൂചിപ്പിക്കുക, നമ്മൾ നാളെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. എത്ര പേര് അതിനോട് താല്പര്യപൂർവ്വം ഈ തണുപ്പ് കാലത്ത് വരുന്നുണ്ട്? പഠിപ്പിക്കാൻ വരുന്നവൻ അകലെ നിന്ന് വളരെ സാഹസപ്പെട്ട് വരുമ്പോഴും തൊട്ടുമുറ്റത്ത് കിടക്കുന്ന ആൾക്ക് പുതപ്പ് മാറ്റി വരാൻ താല്പര്യമില്ല എങ്കിൽ ഇത്തരം സംസ്കാരത്തോടും ഇത്തരം നിയമനിർദ്ദേശങ്ങളോടും നമ്മൾ കാണിക്കുന്ന അവഗണനയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഖുർആനിലൂടെ വസ്ത്രത്തെ പറ്റി പറഞ്ഞിടത്ത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കൃത്യമായി അതിൻ്റെ ലക്ഷ്യം പറയുകയാണ്. എന്ത് ധരിക്കണമെന്ന് പറഞ്ഞില്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ അലങ്കാരത്തെ എല്ലാം മാറ്റി ഒരു കുട്ടിച്ചാക്കിലാക്കുന്ന പോലെ അലങ്കാരത്തിൻ്റെ എല്ലാം ഒഴിവാക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാകുന്ന രീതിയിലുള്ള അലങ്കാര വസ്ത്രം അണിയുന്നതിന് മതം വിരുദ്ധമല്ല. ഖുർആന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഇത്തരം അലങ്കാരങ്ങളെ എൻ്റെ ദാസന്മാർക്ക് ആരാണ് വിരോധിച്ചത് എന്ന്. അവർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് ഇതെന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അലങ്കാരത്തെ ഇസ്ലാം വിരോധിക്കുകയല്ല, എന്നാൽ അതിൻ്റെ ലക്ഷ്യം, ഒരു ഡ്രസ് കോഡ് ഇസ്ലാമിനില്ല. മറക്കേണ്ട ഭാഗങ്ങൾ എന്താണ് എന്നും അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും കൃത്യമായി പറഞ്ഞു തരുന്നു. അത് മറക്കാൻ ഉതകുന്നതാകണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്താണ് അള്ളാഹു പറയുന്നത്. 33-ാമത്തെ അധ്യായം സൂറ ഹിസാബിലെ 59-ാമത്തെ വചനം, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക, നീ നിന്റെ പത്നിമാരോട്, ഭാര്യമാരോട് പറയുക, വ ബനാത്തിക, നിന്റെ പെൺമക്കളോട് പറയുക, വ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനത്തുകളായ എല്ലാ സ്ത്രീകളോടും നീ പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂട് വസ്ത്രങ്ങൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ അവരോട് പറയുക. എന്തിനാണത്? ദാലിക അദ്നാ അൻ യുഅറഫ്ന, അതിലൂടെ അവർ തിരിച്ചറിയണം ഏത് സംസ്കാരത്തിൻ്റെ ആളാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, സദാചാരമായി എത്ര കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ആ വസ്ത്രദാനത്തിലൂടെ അവർ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. വലായുദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമാക്കി പറഞ്ഞു തരികയാണ്. ഒന്ന്, ഇസ്ലാമിക വസ്ത്രത്തിലൂടെ നിങ്ങൾ ആരാണ് എന്നും നിങ്ങളുടെ സംസ്കാരം എന്താണ് എന്നും സമൂഹത്തിനത് വെളിപ്പെടേണ്ടതുണ്ട്. രണ്ട്, നിങ്ങളുടെ വസ്ത്രദാനത്തിൻ്റെ മോശം കൊണ്ട് ഒരു അക്രമിയായ മനുഷ്യൻ നിങ്ങളുടെ നേരെ ദേഹോപദ്രവേൽപ്പിക്കാൻ തോന്നാൻ പാടില്ല. ആ വിധത്തിൽ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മറച്ചു പിടിക്കേണ്ടതുണ്ട്. എത്ര കൃത്യമാണ്! വക്കാന അല്ലാഹു ഗഫൂറ റഹീമ എന്ന് പറയാൻ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇന്നലെകളിൽ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അത്തരം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക, എങ്കിൽ അള്ളാഹു അത് പുറത്തു തരും. നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ടാണ് പടച്ചവൻ ഇത്തരം കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നോക്കൂ നിങ്ങൾ. എന്നാൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീമിസമായിട്ടുള്ള തീവ്രമായൊരു മനോഭാവമുണ്ട്. അത് ആകെ മൂടി നടക്കുക എന്നതാണ്. ഇസ്ലാമികമായ അത്തരം ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ആ ഒരു രീതി ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ ആകെ മൂടി നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ ഇസ്ലാം വിലക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആനിലെ തന്നെ മറ്റൊരു ഭാഗത്ത് സൂറ നൂറിലെ 31-ാമത്തെ വചനം, വകുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറയുക, മുഅ്മിനാത്ത്, വിശ്വാസികളായ സ്ത്രീകളോട് പറയുക, യഖ്ലുഅന മിൻ അബ്സാരിഹിന്ന, അവിടെ ദൃഷ്ടികൾ താഴ്ത്താൻ പറയുക, വയഹ്ഫദന ഫുറൂജഹുന്ന, ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറയുക, വലാ യുബ്ദീന സീനത്തഹുന്ന, അലങ്കാരത്തിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇല്ലാമാ ലഹറ മിൻഹ, മറ്റുള്ളതെല്ലാം മറക്കാൻ പറയുക, വൽ യദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ മാറിടത്തിലേക്ക് താഴ്ത്താനും കൂടി പറയുക. അലങ്കാരത്തിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് ബാക്കിയെല്ലാം മറക്കാൻ പറയുമ്പോൾ ആ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അലങ്കാരത്തിൽ പ്രത്യക്ഷമായത് മുഖമാണ്. ഒരാൾ മുഖം മറച്ച് നടക്കുമ്പോൾ അയാളുടെ ഐഡന്റിറ്റിയെ തന്നെ മറച്ചു പിടിക്കുകയാണ്. ഇവിടെ വസ്ത്രദാന രംഗത്ത് പറഞ്ഞു അയ്യുറഫ്ന എന്ന്, നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. ആ തിരിച്ചറിവിനെ കൂടി മുഖം മറക്കുന്നതിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ഇസ്ലാം ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിലേക്കല്ല ഇസ്ലാം നമ്മളെ ക്ഷണിക്കുന്നത്. മാന്യമായി വസ്ത്രം ധരിക്കണം,
പ്രത്യക്ഷമായ അഴകൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയും കൃത്യമായി മറച്ചു പിടിക്കണമെന്ന് പറയാം. ഈ കൽപ്പന സ്ത്രീകളോട് മാത്രമല്ല നമ്മൾ തിരിച്ചു നോക്കറിയേണ്ടതുണ്ട്, പുരുഷന്മാരോടും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യാ അലി ലാ തുത്തിബിഉൻ നളറത, തുടർച്ചയായുള്ള നോട്ടം നീ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്ന ലക്കൽ ഊല, ഒന്നാമത്തേത്, ഒരാളെ നമ്മൾ കണ്ടാൽ ഇത് ആരാണ്, എൻ്റെ സഹോദരിയാണോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നാട്ടുകാരിയാണോ ബന്ധപ്പെട്ടവരാണോ എന്നറിയാനുള്ള ആ ഒരു നോട്ടം നിനക്ക് അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ വലൈസത് ലക്കൽ ആഖിറ, തുടർച്ചയായിട്ടുള്ള നോട്ടം, വീണ്ടും വീണ്ടും കാണണമെന്നുള്ള അത്തരം ആഗ്രഹങ്ങൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് മതം നിർദ്ദേശിക്കുന്നത്. നമ്മുടെ നോട്ടങ്ങൾ പോലും എത്രമേൽ കൃത്യമായി നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ നോട്ടത്തെപ്പോലും വളരെ മോശമായി സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. തീക്ഷ്ണമായ നോട്ടങ്ങൾ, ചുഴിഞ്ഞുള്ള നോട്ടങ്ങൾ, അതൊക്കെയും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെയും ഇസ്ലാം വളരെ മോശമാണ് എന്ന് തന്നെയും കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന, നമ്മുടെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ ഐഡന്റിറ്റിയെ കൃത്യമായി നിലനിർത്തുന്ന വസ്ത്രധാരണം ഞാനും നിങ്ങളും ധരിക്കുന്നതോടൊപ്പം നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കളെ, ആൺപെൺ മക്കളെയൊക്കെയും അത്തരം വസ്ത്രധാരണ രീതിയിലൂടെ വളർത്തി ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അത്തരം നല്ല ആളുകൾ, വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങൾ